അയ്യോ ഭാവത്തോടെ എന്നെയും നിങ്ങളെയും നോക്കി വിലപിക്കുന്ന വിലാപഗീതങ്ങൾ പാടുന്ന ഒത്തിരി പേരുണ്ടെന്ന്. സ്തോത്രം. ഓ, നിനക്കിത് സംഭവിച്ചല്ലോ, നിനക്കിത് സംഭവിച്ചല്ലോ. ഇന്ന് രാത്രിയുള്ള പ്രാർത്ഥനയോടിരിക്കണം. അവിടെ ഇവിടെയും നോക്കിയിരിക്കുന്ന ചൊല്ലുകളെ അഴിക്കാൻ പോകുകയാണ്. മനുഷ്യരെ ചൊല്ലിക്കെട്ടികളെ, ചൊല്ലിയ കെട്ടുകളെ, വിലാപ ഗീതങ്ങളെ, വിലാപത്തിന്റെ ചില ചൊല്ലുകളെ ഇന്ന് രാത്രി ദൈവം അഴിക്കാൻ പോകുന്നു. ഗിലിപ്പാസിനെ കൊണ്ട് പറ്റത്തില്ല, പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിനെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. പക്ഷെ ആരെ കൊണ്ട് പറ്റും? നമ്മുടെ സ്ഥിതി അറിയുന്ന ദൈവം, നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം, നമ്മുടെ ഇല്ലായ്മ അറിയുന്ന ദൈവം, നമ്മുടെ വിലാപങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. സ്തോത്രം. രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടിരിക്കണം. ഒടിഞ്ഞു തൂങ്ങിയും ഇരിക്കരുത്, കൈകുത്തി ഇരിക്കരുത്, ആടി ഇരിക്കരുത്. ഇന്ന് രാത്രി ഉത്സാഹത്തോടിരിക്കണം. ആമേൻ. ഇവിടെ നോക്കണമേ, ഇസ്രായേൽ ഗൃഹത്തെ കുറിച്ച് ആമോസ് പ്രവാചകൻ ഒരു വിലാപം ചൊല്ലുന്നു. സ്തോത്രം. എന്താ ചൊല്ലിയത്? ഈ വചനം കേൾപ്പീൻ. അങ്ങനെയല്ലേ വായില്? ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെ കുറിച്ച് വിലാപം ചൊല്ലുന്നത് ഈ വചനം. അപ്പം വിലാപത്തിന്റെ ചൊല്ലലുകളെ തകർക്കുന്ന വചനം. സ്തോത്രം. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വീട്ടിനകത്ത്, സഭയ്ക്കകത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ ചില വിലാപങ്ങൾ നൃത്തമായി തീരും. വചനം ആരാ? ദൈവത്തിന്റെ ജഡാവതാരമായ ക്രിസ്തു അത്രേ വചനം. അങ്ങനെയെങ്കിൽ വീട്ടിനകത്ത് ഗൃഹനാഥരായി, സഭയ്ക്ക് അധിപതിയായി, ദേശത്ത് ദൈവത്തിന്റെ വചനം പ്രസിദ്ധമാകുമ്പോൾ, ആ വചനത്തെ ഹോഷിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ചില വിലാപത്തിന്റെ ചൊല്ലലുകൾ സ്വന്തമെടുത്തു മാറ്റുകയാണ്. രാത്രി ദൈവത്തിന്റെ വചനം എവിടെ ഇറങ്ങുന്നു അവിടെ വിലാപമല്ല, നൃത്തമാണ്, ആനന്ദമാണ്, വ്യക്തമായതാണ്, തൃപ്തിയാണ്. ആ തൃപ്തിയിലേക്ക് ദൈവം എന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുമാറാകട്ടെ. സ്തോത്രം. ഇസ്രായേൽ എന്ന കന്യകയുടെ മരിച്ച അവസ്ഥ കണ്ടിട്ട് വിലാപം ചൊല്ലുന്ന ഒരു ആമോസ് പ്രവാചകൻ. സ്തോത്രം. ഇസ്രായേലിന്റെ ദയനീയ അവസ്ഥ കണ്ട് അനുദപിക്കുന്ന, വിലാപം ചൊല്ലുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ആമോസ് പ്രവാചകൻ. ഇസ്രായേൽ കന്യകയുടെ മരണ വീട്ടിൽ, സ്തോത്രം, വന്ന് വിലാപം ചൊല്ലുന്നു. ഒരു മരണ വീട്ടിൽ വന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നു. അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ കഴിവുകേടുകളെ കുറിച്ചൊന്നും പറയാറില്ല, അവിടെ പാപത്തെ കുറിച്ചൊന്നും പറയാറില്ല. അവരെ കുറിച്ച് മേൽത്തരമായതാണ് ചൊല്ലുന്നത്, അനുശോചനം രേഖപ്പെടുത്തുന്നത്. ഇവിടെ പ്രവാചകൻ വന്നിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വിലാപം ചൊല്ലി. ഇന്ന് രാത്രിയിൽ എത്രയോ ഭവനത്തിനകത്ത് വിലാപം ചൊല്ലേണ്ട ഭവനങ്ങളായിരുന്നു എന്റെയും നിങ്ങളുടെയും ഭവനങ്ങൾ. ആണ്ടിന്റെ ആരംഭത്തിൽ നിരവധി ഭവനങ്ങളിൽ വിലാപം ചൊല്ലി, ആണ്ടിന്റെ അവസാന സമയത്തും നിരവധി ഭവനങ്ങളിൽ വിലാപത്തിന്റെ ചൊല്ലലുകൾ നടക്കുന്നിടത്ത് കൺമണി പോലെ സൂക്ഷിച്ച ദൈവത്തെ ആമേൻ മറക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവത്തെ ഓർക്കുവാൻ നിനക്കൊരവസരം, ദൈവത്തെ അടുക്കലേക്ക് വരുവാൻ നിനക്കൊരവസരം, ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ നിനക്കൊരവസരം വെച്ചിരിക്കുകയാ. എന്തിനെന്നറിയാമോ? നിന്റെ വിലാപത്തെ വ്യക്തമാക്കുവാൻ, നിന്റെ വീട്ടിനകത്ത് മരണവാർത്ത കേൾക്കാതിരിക്കുവാൻ, നിന്റെ വീട്ടിനകത്ത് ശവമണി കേൾക്കാതിരിക്കുവാൻ ക്ഷണിക്കാതെ കടന്നു വരുന്ന അതിരിയത്ര മരണം, ആ മരണത്തിന്റെ വിലാപത്തിന്റെ ചൊല്ലലുകൾ ദൈവം എടുത്തു മാറ്റിയെന്ന്. സ്തോത്രം. രാത്രി ആരാധിക്കുന്നവനെ വിടുതൽ, ആരാധിക്കുന്ന ചില കെട്ടുകൾ അഴിയും. വചനം ഇറങ്ങിയാൽ, ആരാധന വെളിപ്പെട്ടാൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ അത്
അത് കാരാഗ്രഹത്തിന്റെ മണ്ഡലത്തിലായാലും എവിടെയായാലും ഇതിനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. വചനം ജലമായി ഇതിന്റെ അടുത്തേക്ക് വരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നിരവധി രോഗങ്ങളിലൂടെ അപകടങ്ങളിലൂടെ സ്തോത്രം ഹല്ലേലൂയ മനുഷ്യന്റെ ജീവൻ ആമേൻ സ്തോത്രം എടുക്കുവാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി രോഗത്തിന്റെ ചൊല്ലുകളെ നമ്മൾ എടുത്തു മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭയുടെ ആത്മീയ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. മരിച്ചു കിടക്കുന്നു, ചേതനേച്ചു കിടക്കുന്നു, നിർജ്ജവമായി കിടക്കുന്നു. സ്തോത്രം. ആത്മീയ ജീവനും ആത്മീയ ഉത്സാഹവും നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം. സ്തോത്രം. ജീവൻ നഷ്ടപ്പെട്ടു പോയി, ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി, ചേതനയേറ്റ് കിടക്കുന്ന ഒരു സമൂഹം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവം പറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ആമേൻ ഹല്ലേലൂയ വീണതിനെ കുറിച്ച് പ്രവാചകൻ പറയുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുകയാ. വായിച്ച കുറിവാക്യം എങ്ങനെയാ? ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കയില്ല, അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർത്തുവാൻ ആരുമില്ല. വീഴ്ചയുടെ ഗൗരവം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. അല്ല, വീഴ്ചയുടെ ഗൗരവം അത് എത്രയെന്ന് നമുക്ക് ബോധ്യപ്പെടണമെന്ന്. സ്തോത്രം. മരിച്ചു കിടക്കുന്ന ഇസ്രായേൽ ഹല്ലേലൂയ ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് ആമേൻ സ്തോത്രം. പ്രവാചകൻ മാത്രമല്ല, ദേശനിവാസികൾ മാത്രമല്ല, സകലരും ഒരുപോലെ ആമേൻ വിളിച്ചു പറയുന്ന ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ ഒരു വിലാപത്തിന്റെ സ്തോത്രം ഗീതം പാടുന്ന അനുഭവത്തിലേക്ക് എത്തിയിരിക്കുക. സ്തോത്ര. അവൻ സാധാരണ നാം കാണുന്നത് ഒരുവൻ വീണാൽ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പെട്ടെന്ന് എഴുന്നേൽക്കണമെന്ന് വീണവന് ആഗ്രഹമുണ്ട്. സ്തോത്രം. വീണവന് പെട്ടെന്ന് ആഗ്രഹമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ചെറിയൊന്ന് വീണപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റിയോ? സ്തോത്രം. അതിൽ കാലൊന്ന് അവൻ സ്ലിപ്പായി ഒന്ന് വീണിട്ട് ആദ്യം ഒന്ന് ചിരിച്ചല്ലേ? സ്തോത്രം. അവിടെ കട എല്ലാവരും നോക്കി, ആരെങ്കിലും എന്റെ വീഴ്ച കണ്ടു? ഹല്ലേലൂയ. ആരും കണ്ടില്ല എന്ന് ബോധ്യമായതിനു ശേഷം പതുക്കെ ഹല്ലേലൂയ എന്ന് ചാടി എഴുന്നേറ്റ്. പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. ആര് വീണാലും സ്തോത്രം പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. ശരീരം പറയും ആമേൻ ഹല്ലേലൂയ, ആത്മാവ് പറയും പെട്ടെന്ന് എഴുന്നേൽക്കണം, പക്ഷെ എഴുന്നേൽക്കാൻ പറ്റുന്നത് വീഴ്ചയുടെ ആഘാതം, വീഴ്ചയുടെ വേദന നിമിത്തമായി സ്തോത്രം കൈകുത്തി എഴുന്നേൽക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇവിടെ ഇസ്രായേൽ കന്യകയോട് പറയുകയാ ആമേൻ അവൾ സ്തോത്രം വീണ് കിടക്കുന്നു, ഇനി നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർത്തുവാൻ ഇനി ആരും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്വയം വിചാരിച്ചാൽ ഇന്ന് വരുവാൻ പറ്റുകയില്ല, സ്വയം വിചാരിച്ചാൽ എഴുന്നേൽക്കാൻ പറ്റുകയില്ല. പക്ഷേ സ്വർഗത്തിൽ അദ്ദേഹം പറയുന്നു ഹല്ലേലൂയ താമസിച്ചാൽ നീ എഴുന്നേൽക്കും. ഹല്ലേലൂയ. നീ വീണവൻ തന്നെയാണോ? നീ വീണ വ്യക്തിത്വമാണോ? ഇസ്രായേലെ നീ അല്പം താമസിച്ചാലും നീ എഴുന്നേൽക്കുമെന്ന്. വീഴ്ചയുടെ ഗൗരവം മനസ്സിലാക്കി ഇസ്രായേലിനോട് ദൈവാത്മ പറയുന്നു താമസിച്ചാലും നീ എഴുന്നേൽക്കും. അപ്പോൾ ഇനി 2024 അല്പ ദിവസം കൂടെ എന്തിന് ശീലക്ക് കാര്യം പിടികിട്ടി. ഹല്ലേലൂയ. 2024 ചില ദിവസങ്ങൾ വരെ ഉള്ളൂ വീണ് കിടക്കുന്നത്. 2025 ഒരു എഴുന്നേൽപ്പിന്റെ അല്പദിവസം കൂടെ നീ കിടക്കണം, അല്പദിവസം കൂടെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകണം, അല്പദിവസം കൂടെ നീ അനുഭവിക്കണം, അല്പദിവസം കൂടെ നീ രോഗം അനുഭവിക്കണം, ദിവസം കൂടെ നിനക്കൊരു കാലബാധ്യതയുണ്ട്. ആ ദിവസം കഴിയുമ്പോൾ നിന്നെ നിവർത്തുവാൻ ആരുമില്ലെങ്കിലും, നിന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും, കരം തരാൻ ആരുമില്ലെങ്കിലും തനിയെ എഴുന്നേൽക്കുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വർഗ്ഗത്തിൽ എഴുന്നേൽപ്പിക്കുക. എവിടെ നീ തകർന്നു വീണുവോ, എവിടെ നീ മരിച്ചു കിടന്നുവോ, എവിടെ നീ നിലത്തോട്
പറ്റിക്കിടന്നുവോ അവിടെ നിന്നുകൊണ്ട് നീ എഴുന്നേൽക്കാൻ പോകും. Hallelujah. സ്തോത്രം. Amen. ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്ന ഒരു സന്ദേശം എഴുന്നേൽപ്പിന്റെ സന്ദേശമാണ്. Praise the Lord. ഈ Hallelujah. 2024 അവസാനിക്ക് ഉന്നമേ ദൈവം ചേരെ എഴുന്നേൽപ്പിക്കാൻ പോകും. Hallelujah. ഉദാപരപരപക്ഷ ഇസ്രായേൽ കന്യകേ, നീ വീണു. അവളെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ല. അവൾ വീണയിടത്ത് തന്നെ കിടക്കുകയാണ്. സ്തോത്രം. Amen. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈ താങ്ങുവാൻ ആരുമില്ല. Amen. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈ താങ്ങുവാൻ ആരുമില്ല. Amen. അവരുടെ കയ്യിലിരുന്ന കല്ലുകൾ കൊണ്ട് എറിഞ്ഞിട്ടു. Amen. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Amen. നാളുകളിൽ ഫേസ്ബുക്ക് വഴിയാണ് ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചില കല്ലുകൾ കൊണ്ട് എറിഞ്ഞിടുന്നത്. അഭിഷിക്തന്മാരെ പോലും വിശ്വാസികളെ പോലും ഭക്തന്മാരെ പോലും എറിഞ്ഞിടുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. Amen. സ്തോത്രം. Amen. ദൈവസഭകളെ നശിപ്പിക്കുവാൻ നിൽക്കുന്ന, വീഴ്ത്തിക്കളയാൻ നിൽക്കുന്ന ഒരു സമൂഹം, മത്സരികൾ, സ്തോത്രം, Amen. എല്ലാം ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെ, ശരിയല്ലേ? Amen. എല്ലാം കാട്ടിക്കൂട്ടിട്ട് സ്തോത്രം പറയും, അയ്യോ പാസ്റ്റർ സുഖമായിരിക്കുന്നു, അല്ലയോ സഹോദര സഹോദരി എന്തുണ്ട് വിശേഷങ്ങൾ, എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുക. Amen. ശരിയല്ലേ? Hallelujah. പ്രൈസ് ദി ലോർഡ്. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. എന്നിട്ട് ചിരിച്ച മുഖമായി വന്നിട്ട് പറയും, സ്തോത്രം, ഓ ഒരുവന്റെ വീഴ്ച മറ്റുള്ളവർക്ക് സന്തോഷമാണ്. Amen. ഹല്ലേലൂയ. Hallelujah. ഒരുവന്റെ പരാജയം, ഒരുവന്റെ നാശം മറ്റുള്ളവർക്ക് സന്തോഷമാണ് എന്ന്. സ്തോത്രം. എന്നാൽ ഒരു ആത്മീയരെ സംബന്ധിച്ചിടത്തോളം ഒരുവൻ വീണാൽ അവന് കൈ കൊടുക്കുവാൻ, അവനെ എഴുന്നേൽപ്പിക്കുവാൻ ചില ബർന്നബാസ്മാർ സഭയിൽ എഴുന്നേൽക്കട്ടെ. ഈ 2025 ബർന്നബാസിന്റെ യുഗമാണ്. ഹല്ലേലൂയ. ചില അപ്പോസ്തലന്മാരായിരിക്കുന്ന പൗലോസുമാരൊക്കെ ജന്മം കൊടുക്കുന്ന ഒരു ബർന്നബാസ് എഴുന്നേറ്റ് വരട്ടെ. ചില പ്രവാചകന്മാരെ, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു നിൽക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ വേറിട്ട സ്വഭാവമുള്ള ബർന്നബാസ്മാർ എഴുന്നേൽക്കട്ടെ. Amen. സ്തോത്രം. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. സഭ ഒന്നടങ്കം പറയുകയാണ്. വിശ്വാസികളും പുരോഹിതന്മാരും ഒന്നടങ്കം പറയുന്നു, ശൗൽ പൗലൂസിനെ കൈക്കൊള്ളരുത്, Amen. അവൻ പ്രശ്നക്കാരനാണ്. ഇന്നലകളെ വെച്ചുകൊണ്ട് അവർ വാഗ്വാദങ്ങൾ പറയുമ്പോൾ ബർന്നബാസ് എഴുന്നേറ്റ് പറഞ്ഞു, നല്ല സാക്ഷ്യമുള്ള, ആത്മീയമുള്ള, ദർശനമുള്ള, ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ലാത്ത നല്ല സാക്ഷ്യമുള്ള ബർന്നബാസ് പറഞ്ഞു, അവൻ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. സ്തോത്രം. Amen. സ്തോത്രം. Amen. ഇന്നലകളെ വെച്ചുകൊണ്ട് എന്നെ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ മുമ്പിൽ ഒരു പുതിയൊരു ശുശ്രൂഷ, ബർന്നബാസിലെ ശുശ്രൂഷ Amen. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ 2024 അവസാനിക്കുന്ന വേളയിൽ നമ്മുടെ സഭയ്ക്കകത്ത്, വീട്ടിനകത്ത് മറ്റാരുടെ ശുശ്രൂഷ ഇന്ന് രാത്രി കൈമാറി കിട്ടിയില്ല എങ്കിലും ബർന്നബാസിലെ ശുശ്രൂഷ നിങ്ങൾ അറിയണം, നിങ്ങൾ തിരിച്ചറിയണം. ആ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കടന്നു വേണം. മറ്റുള്ളവരെ കൈത്താങ്ങുവാൻ, മറ്റുള്ളവരെ നിവർത്തി നിർത്തുവാൻ. ഹല്ലേലൂയ. ബർന്നബാസിനെ ആർക്കും അറിയില്ല, Hallelujah. പൗലോസിനെ എല്ലാവർക്കും അറിയാം. സ്തോത്രം. സ്തോത്രം. Amen. വഴി മുടക്കികളല്ല, വഴി ഒരുക്കുന്നവരാകണം. Amen. Praise the Lord. Amen. വഴി മുടക്കികളല്ല, വഴി ഒരുക്കുന്നവരാകണമെന്ന്. Hallelujah. സ്തോത്രം. Amen. വീണ് കിടക്കുന്നവനെ നിലത്തിട്ട് ചവിട്ടാൻ എല്ലാവരെ കൊണ്ടും കഴിയും. സ്തോത്രം. പക്ഷെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുവാൻ ബർന്നബാസിനെ പറ്റൂ. Hallelujah. ആമേൻ. Amen. പ്രൈസ് ദി ലോർഡ്. Hallelujah. എത്ര പേർക്ക് ബർന്നബാസിന്റെ ശുശ്രൂഷ വേണം? Amen. ആമേൻ. നല്ല ശമര്യക്കാരന് മാത്രമേ വീട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയൂ. Amen. 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 സ്തോത്രം. Hallelujah. നല്ല ശമര്യക്കാരൻ ആരാ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ. Amen. യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരട്ടെ. Hallelujah. സ്തോത്രം. Amen. പ്രതീക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ കന്യക, സ്തോത്രം, അവിടെ വീഴ്ചയുടെ ഗൗരവം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം.
1000 പേരായിരുന്നു അവിടെ സമ്പത്ത്. 1000 പേരുണ്ടായിരുന്നു. 1000 അംഗങ്ങൾ അവളോട് കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഗ്രഹത്തിന് ഹല്ലേലൂയ അവൾ പട്ടണത്തിലേക്ക് പുറപ്പെടുമ്പോൾ സ്തോത്രം 1000 പേർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. Hallelujah. മുമ്പിലും പിറകിലും ഇടതും വലതുമായിട്ട് 1000 പേര്. എത്ര പേര്? 1000 പേർ. ആർക്ക്? ഇസ്രായേൽ. ഇസ്രായേൽ ഗൃഹത്തിലെ ഇസ്രായേൽ കന്യകയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത് 1000 പേര്. ഓ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു അംഗരക്ഷകൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 1000 പേര് ഹല്ലേലൂയ നമ്മളെ കവർ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഗമ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഭാവം എന്നെ ആർക്ക് വീഴ്ത്താൻ കഴിയുകയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സർവശക്തനായ ദൈവം ഇസ്രായേൽ കന്യകയുടെ 1000 ഹല്ലേലൂയ പടയാളികളെ 1000 പേരുമായി പുറപ്പെട്ട ഇസ്രായേൽ കന്യകയിൽ നിന്ന് സ്തോത്രം ആമേൻ. 900 പേരെയും ദൈവം എടുത്തു മാറ്റി. സ്തോത്രം. പിന്നെ എത്ര പേരുണ്ട്? സ്തോത്രം. 1000 നിന്ന് 900 പേരെ മാറ്റിയാൽ പിന്നെ 100 പേർ. സ്തോത്രം. ആ 100 പേരുമായിട്ടാണ് പിന്നെ ഇസ്രായേൽ കന്യക പട്ടണത്തിലേക്ക് പോകുന്നത്. പോകുന്ന പോക്കിൽ 90 പേരെയും നഷ്ടമായി പോയി. എത്ര പേര്? 90. പിന്നെ ബാക്കി എത്രയുണ്ട്? 10. സ്തോത്രം. കൂടെ നിൽക്കാൻ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു വീഴ്ച പറ്റുമ്പോൾ 1000 പേർ കൂടെ കാണത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി നീ ഓർത്തു വെക്ക്, ആത്മാർത്ഥയോടെ നിൽക്കുന്നവർ പോലും, സ്വന്തം ഭാര്യ പോലും, ഭർത്താവ് പോലും, മക്കൾ പോലും, സ്തോത്രം, നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും ആ 1000-നകത്തുണ്ടായിരുന്നു. ഇസ്രായേൽ ഗൃഹത്തിന് നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കുവാൻ പ്രാപ്തിയുള്ള 1000 പേരുള്ള ആ ഗൃഹത്തിനകത്ത് കന്യകയെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, കന്യകയെ സംരക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും സംരക്ഷിക്കുവാൻ 1000 പേരുള്ള ഇടത്ത് ഹല്ലേലൂയ 100 പേരെ ശേഷിപ്പിച്ച് 900 പേര് എടുത്തു കളഞ്ഞു. സ്തോത്രം. ആമേൻ. ആ 100 പേരിൽ നിന്ന് 90 പേര് എടുത്തു കളഞ്ഞു. ഘട്ടം ഘട്ടമായി. സ്തോത്രം. എങ്ങനെയാ വീഴ്ച സംഭവിച്ചത്? ഘട്ടം ഘട്ടമായി. ഒറ്റ അടിക്കല്ല വീഴ്ച സംഭവിച്ചത്, പരാജയം സംഭവിച്ചത് ഘട്ടം ഘട്ടമായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. പിശാച് നമ്മളെ തകർക്കുന്നത് ഒറ്റയടിക്ക് തകർക്കത്തില്ല. ഇഞ്ചിഞ്ചായിട്ട് അവൻ നമ്മെ വേദന എന്തെന്ന് നാം പ്രൈസ് ദി ലോർഡ് അറിയണം. നമ്മെ വേദന അറിയിപ്പിച്ച് മാത്രമേ പിശാച് ഒരു പൂച്ചയുടെ കയ്യിൽ കിട്ടുന്ന ഒരു എലിയെ തട്ടിക്കളിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെ ദേശത്തൊട്ട് തട്ടിക്കളിക്കുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ ആളുടെ എണ്ണത്തെ ഹല്ലേലൂയ പെരുക്കയല്ല കുറയ്ക്കുന്ന സ്തോത്രം സ്ഥിതിവിശേഷം വരുമ്പോൾ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കേണ്ടതല്ല ഇസ്രായേൽ കന്യകയെന്ന് ഹല്ലേലൂയ. ആരാധിക്കുന്നവരെ തട്ടിക്കളിക്കുവാൻ പറ്റുകയില്ല എന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി തിരിച്ചറിവിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സുബോധത്തിന്റെ രാത്രിയാണ് ഈ രാത്രി എന്ന്. ആമേൻ. ആമേൻ. അപ്പൊ ഇസ്രായേൽ ഗൃഹത്തിനകത്ത് ഇപ്പോൾ 10 പേരുമായി ചുരുങ്ങി. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് പട്ടണത്തിൽ പോകുവാൻ ഇസ്രായേൽ കന്യക്ക് അനുവാദമില്ല. അവൾ കന്യകയാണ്. അവിടെ കന്യകത്വത്തെ നഷ്ടമാക്കി കളയും. സ്തോത്രം. ഹല്ലേലൂയ. അവളെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും 1000 പേർ. ഹല്ലേലൂയ. 900 പേർ നഷ്ടപ്പെട്ടു. 100 പേർ സഹായിക്കുവാൻ തയ്യാറായി. അതിൽ 90 പേർ നഷ്ടപ്പെട്ടു. പിന്നെ 10 പേർ. സഹായത്തിന്റെ കരം നഷ്ടപ്പെട്ടിട്ടും എനിക്കും ഒന്നും സംഭവിച്ചില്ല എന്ന രീതിയിലാണ് ഇസ്രായേൽ കന്യകയുടെ നടപ്പ്. ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ. സഹായത്തിന്റെ കരങ്ങൾ നഷ്ടപ്പെട്ടു.
ആമേൻ. ഒരു വീഴ്ച പറ്റിയിട്ടും ഒരു പരാജയം പറ്റിയിട്ടും നടപ്പെങ്ങനെയെന്നറിയാമോ? എനിക്കൊന്നും പറ്റിയില്ല. ഇന്ന് രാത്രി ഇസ്രായേൽ കന്യക നീ മടങ്ങി പോ. ആമേൻ. നിന്റെ കൂടെ നിൽക്കുന്നവർ കള്ളന്മാരാണ്. ആമേൻ. നിന്റെ കൂടെ സഞ്ചരിക്കുന്നവർ നിനക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളവരല്ല, ആദായത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആദായത്തിന് വേണ്ടിയാണ്. ആത്മാർത്ഥതയുള്ളവർ 10 പേർ മാത്രം. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, 1000 പേരുണ്ടായിരുന്നു. അതിൽ 100 പേരെ മാറ്റി നിർത്തി 900 പേർ അവർ വിട്ടു ഓടിപ്പോയി. ഹല്ലേലൂയ. 100 പേരിൽ നിന്ന് 90 പേര് മാറിപ്പോയി, 10 പേർ മാത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ഈ 2 കരത്തിലും ഉള്ള വിരലുകളുടെ എണ്ണം മാത്രം 10 പേർ. ഈ 10 പേര് കൂടെ ചേർന്ന് അങ്ങോട്ട് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് കഷ്ടതയുടെ നടുവിലും, ഏത് പ്രശ്നത്തിന്റെ നടുവിലും, ഏതൊക്കെ ആരാധകത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് വീഴ്ചയിലും, ഏത് തകർച്ചയിലും നിന്നെ പരാജയപ്പെടുത്തുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രിയിൽ ഈ തിരിച്ചറിവിലേക്ക് സഭ കയറുമോ? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആരാധിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ വീഴ്ത്തുവാൻ പറ്റുകയില്ല എന്ന് ആമേൻ. ഇസ്രായേലിനോട് പറഞ്ഞു, അല്ലേ നിനക്ക് 10 പേരുണ്ടോ? മതി. ആത്മാർത്ഥതയുള്ള 10 പേര് മതിയെന്ന്. അതെ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാർത്ഥതയുള്ളവരെ കൈവിടരുത്. ഹല്ലേലൂയ. ആത്മാർത്ഥതയുള്ളവരെ സ്തോത്രം. പരാക്രമശാലിയെ ഗിദെയോൻ, സ്തോത്രം, 32,000 പേര് വന്നു പോരാടാൻ. ഹല്ലേലൂയ. 22,000 പേരും പോയി. എത്ര പേര് പോയി? 22,000. പിന്നെ എത്രയുണ്ട്? 10,000 പേരുണ്ട്. ആ 10,000 പേരും ആരെ സഹായിക്കാൻ വന്നതാണ്? പറഞ്ഞു, ഗിദെയോനേ നീ എന്റെ ചങ്കട, നീ എന്റെ ചങ്കട. 32,000 പേര് പറഞ്ഞു, നിങ്ങൾ എന്റെ ചങ്കാണ്, നിന്നെ ഞാൻ ഒറ്റ കൊടുക്കുകയില്ല എന്ന്. യേശുവിനെ ഒറ്റിക്കൊടുത്ത ജനത്തിന് നമ്മളെ ഒറ്റിക്കൊടുക്കാൻ എത്ര സമയം? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന്റെ ഇവനെയും അതും ഇതും വാക്കും കേട്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ നടക്കുകയാണ് എങ്കിൽ, മാനുഷ്യ വാക്കുകളിൽ പ്രിയം വെച്ച് നടക്കുകയാണ് എങ്കിൽ നമ്മൾ പരാജയപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ വീണു പോകുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനുഷ്യന്റെ വാക്ക് നീ കേൾക്കരുത്. ആമേൻ. മനുഷ്യന്റെ വാക്ക് നീ എപ്പോൾ കേൾക്കുന്നു അപ്പോൾ നീ പരാജയമാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. 2024 തീരുമാനമെടുക്കണം. സഭ തീരുമാനമെടുക്കണം. മനുഷ്യന്റെ വാക്ക് ഞങ്ങൾക്ക് കേൾക്കണ്ട. ചേട്ടാ, മനുഷ്യന്മാർ എന്തെല്ലാം ഓഫർ നമുക്ക് തരും അല്ലേ? ആമേൻ. എന്തെല്ലാം ഓഫർ തരും. ഹല്ലേലൂയ. ഇന്ന് വരെ ഏതെങ്കിലും മനുഷ്യർ നിങ്ങളുടെ അടുത്ത് ഓഫർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ ഓഫർ എന്താണ്? ഓ, ഇനിയിപ്പം ക്രിസ്മസ് ആയതുകൊണ്ട്, ന്യൂ ഇയർ ആയതുകൊണ്ട് ഓഫറിന്റെ കാലമായിരിക്കും. മൊബൈലിന്റെ ഓഫർ, മിക്സിക്ക് ഓഫർ, ഗ്രൈൻഡറിന്റെ, ഫ്രിഡ്ജിന് എന്ന് വേണ്ട എല്ലാറ്റിനും ഓഫർ. ഇവിടെ പഴയ സ്റ്റോക്കിനെ എടുത്ത് സ്തോത്രം ഓഫറിന്റെ പേരിൽ എത്തി. നമ്മളെ ചതിക്കുന്നു. ഹല്ലേലൂയ. ഓഫർ തരുന്നവരെല്ലാം കള്ളന്മാരാണ്, ആമേൻ. കള്ളികളാണ്. സ്തോത്രം. ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. ശരിയല്ലേ? ആമേൻ. ആമേൻ. ശരിയല്ലേ? നല്ലതിന് വിലയുണ്ട്. നല്ലതിന് ഓഫറിന്റെ അകത്ത് ഏർപ്പെടുത്തുകയില്ല, ഉൾപ്പെടുത്തുകയില്ല. പൊട്ടിയതും തകർന്നതും പഴയ സ്റ്റോക്കിലേക്ക് എടുത്തിട്ടിട്ട് ഓഫർ മേള. ഈ ഓഫർ മേള എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാ ചെന്നങ്ങ് വീഴും. പ്രൈസ് ദി ലോർഡ്. 6 മാസം കഴിയുമ്പോൾ അയ്യോ അബദ്ധം. എത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ബുദ്ധിയുള്ളവരാകണം. നല്ലതിന് വിലയുണ്ട്. പിശാചിന് പോലും വിടക്കുകളെ വേണ്ട, നല്ലവരെയാണ് വേണ്ടത്. പ്രാർത്ഥിക്കുന്നവര്, ഉപവസിക്കുന്ന, ആരാധിക്കുന്നവര്, മദ്യപിക്കാത്തവരെയും ദുശീലങ്ങളൊന്നും ഇല്ലാത്തവരെയാണ് പിശാചിന് പോലും നോട്ടം. ഈ ലോകത്തിന്റെ കളി പിശാചിന് പോലും അങ്ങനെ ഒരു നോട്ടമുണ്ടെങ്കിൽ, നല്ലതിനോട് നോട്ടമുണ്ടെങ്കിൽ, സ്തോത്രം, നമുക്കും നല്ലത് പ്രതീക്ഷിക്കാം. ആമേൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പഴയതൊക്കെ എടുത്ത് കളയാം. 2025 പുതിയതിൻ്റെതാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പുതിയത്, ആമേൻ. പുതിയത്
ആമേൻ. പുതിയത് ഹല്ലേലൂയ. പുതിയത് ഹല്ലേലൂയ. പുതിയ വരട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ആരാ നടക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ബോക്സ് ഒരു ഭയങ്കര പ്രശ്നം. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? ഒരു ബോക്സ് നമ്മൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒരു സ്ത്രീ ഗർഭം ധരിച്ച് മാസങ്ങളൊക്കെ ഇട്ട് വരും. സ്തോത്രം. അല്ലെ, 9 മാസവും 10 ദിവസവും അങ്ങനെയൊക്കെ അല്ലേ സ്തോത്രം വേണ്ടി വരും. പക്ഷെ നമ്മള് ഇന്ന് വെച്ച കൂട്ടിക്കോ. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ആഴ്ച 7 അല്ലെ, ഇനി 7 29 അപ്പൊ 14 14 2 16 20 ദിവസത്തിനകം വെച്ച് നമുക്ക് എന്ത് ചെയ്യും? സ്തോത്രം. അല്ല, ഈ സ്തോത്രം 2025 10-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഒരു ഡൈനറ്റൊക്കെ പുതിയതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും? ആരാ സഭ വിശ്വാസമില്ലേ? ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. സ്തോത്രം. സഭയിൽ വിചാരിക്കുക പഴയതിനെ ഞാൻ കിടന്ന് ഓപ്പറേറ്റ് ചെയ്ത് തട്ടിയും മുട്ടിയും എന്റെ കൈ പരുവമായി. പഴയതിന് പിറകെ പോകേണ്ടത് പുതിയതിന് എന്ത് ചെയ്താൽ നോബ് തിരിച്ചാൽ പുതിയതിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നോക്കണേ, 1000 പേരുമായി പോയവർ 900 പേര് പോയി. പിന്നെ 100 പേരായി. 100 പേരുമായി പോയവർ പിന്നെ 10 പേരായി തീർന്നു. സ്തോത്രം. പക്ഷെ ഇതൊന്നും അവൾക്കൊരു പ്രശ്നമേ അല്ല. കൂടെ ഉണ്ടായിരുന്ന സഹായത്തിന്റെ കരങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്നവര്, ആരാധിക്കുന്നവര്, ഹല്ലേലൂയ പോയതൊന്നും സഭയ്ക്കൊരു വിഷയമേ അല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആലയത്തിനകത്ത് എത്രയോ പേരുണ്ടായിരുന്നു. എത്രയോ ഭവനങ്ങളിൽ ആളുടെ എണ്ണങ്ങൾ ചുരുങ്ങിപ്പോയിട്ടും എണ്ണങ്ങൾ കുറഞ്ഞു പോയിട്ടും ഹല്ലേലൂയ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന രീതിയിൽ നടക്കുന്ന ജീവിക്കുന്ന ഒരു കന്യകയാണ് ഇസ്രായേൽ. ഹല്ലേലൂയ. ആമേൻ. ഈ ഇസ്രായേൽ എന്ന കന്യകയ്ക്ക് സ്വയം ചേർത്ത് നിൽക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രശ്നങ്ങളെ നേരിടുവാൻ, പ്രതിസന്ധികളെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള കഴിവ് ഇസ്രായേൽ കന്യകയ്ക്കില്ല. അതുകൊണ്ടാണല്ലോ 1000 പേരുമായി കൂട്ടുകെട്ടിപ്പോകുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവമേ സ്വയമായി എഴുന്നേൽക്കുവാൻ അവൾ എത്ര പരിശ്രമിച്ചിട്ടും ആ പരിശ്രമങ്ങളൊക്കെ പാഴായി പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീഴ്ച പറ്റി. യാഥാർത്ഥ്യം. നിലത്തോട് പറ്റിക്കിടക്കുന്നു. യാഥാർത്ഥ്യം. ഇനി എഴുന്നേൽക്കയില്ല. യാഥാർത്ഥ്യം. പക്ഷേ അവിടെ പരിശ്രമങ്ങളെല്ലാം, എഴുന്നേൽക്കുവാനുള്ള പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി. സ്തോത്രം. സ്വയമായി പച്ച പിടിക്കുവാൻ കഴിയുന്നില്ല. ഒന്ന് പിടിച്ചു കയറുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുന്നുണ്ട്. ആമേൻ. ഇന്ന് രാത്രി പച്ച പിടിക്കുവാൻ കഴിയുന്നില്ല. സ്വയമായി ഹല്ലേലൂയ അവ പിടിച്ചു കയറുവാൻ പറ്റാത്ത നിലകളിൽ സ്തോത്രം ഒരു വലിയൊരു വീഴ്ച, വലിയൊരു പരാജയം ഇസ്രായേൽ കന്യകയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. ആമേൻ. ആമേൻ. അനർത്ഥം ആത്മീയ മരണം സംഭവിച്ചിരിക്കുന്നുവെന്ന് ആമേൻ. കരുതലിന്റെ, സംരക്ഷണതയുടെ ഹല്ലേലൂയ. സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവർ തനിയെ ശേഷിച്ചു. ജീവിച്ചിരിക്കും എല്ലാവരും കാണും. വീണ് കഴിഞ്ഞ ഒറ്റണത്തിന് നോക്കൂല. സ്തോത്രം. സ്തോത്രം. ശരിയല്ലേ? ഹലോ, ശരിയാണോ? നമുക്കൊരു പരാജയം പറ്റിയ മോനെ പോട്ര എന്ന് പറയാൻ ആരും, വീണവനെ അവിടെ ഇട്ട് ചവിട്ടി ഒതുക്കി സ്തോത്രം തകർക്കുവാനാണ് ഒരു കൂട്ടം പേരുള്ളത്. ആമേൻ. ആമേൻ. ആത്മീയ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിനകത്തും സഭയുടെ പൊതുവായ അവസ്ഥയിലും വലിയൊരു വീഴ്ച സംഭവിച്ചു പോയി എന്ന് അത് ആത്മീയ മരണത്തെയാണ് കാണിക്കുന്നത്. പുറമെയുള്ള മനുഷ്യൻ, ലോക മനുഷ്യൻ ഹല്ലേലൂയ ആമേസ്തത നഷ്ടപ്പെട്ടതിന്റെ കുറിച്ച്, ആൺബലത്തെ കുറിച്ച് ഹല്ലേലൂയ കരയുമ്പോഴും വിലപിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് വല്ലാതെ ആകുലപ്പെടുമ്പോഴും ഇന്ന് രാത്രി
നമ്മളൊന്ന് തിരിച്ചറിയുക, വീണവൻ എഴുന്നേൽക്കും. Amen. ആര് വിലാപം ചൊല്ലിയോ Hallelujah. അവന്റെ ചൊല്ലലുകളെ തിരുത്തി എഴുതുന്ന ഒരു ദൈവം Amen. അവന്റെ അതിരത്തിനകത്ത്. ആമേൻ. വിലാപത്തിന്റെ വാക്കുകളല്ല, Hallelujah. അനുഗ്രഹത്തിന്റെ വാക്കുകൾ നമ്മെ കുറിച്ച് പറയാൻ പോകുകയാണ്. Amen. സ്തോത്രം. സ്തോത്രം. Hallelujah. ആത്മീയമായി നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. ഇസ്രായേൽ കന്യകയുടെ വീഴ്ചയെ പോലെ നാമും വലിയ വീഴ്ചയ്ക്കകത്ത് അകപ്പെട്ടവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉണർന്ന ഉത്സാഹം പ്രാപിക്കുവാനുള്ള പ്രബോധനമാണ് ആമോസ് പ്രവാചകനിലൂടെ കേൾക്കുന്നത്. സ്തോത്രം. Amen. ദൈവം ഇസ്രായേൽ കന്യകയ്ക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. സ്തോത്രം. ദൈവം ഇസ്രായേൽ കന്യകയ്ക്ക് എന്ത് കൊടുത്തു? ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് അവൾക്കൊരു പ്രാണവായുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നാളുകളിൽ ദൈവം തരുന്ന വാഗ്ദത്തം നിനക്ക് പ്രാണൻ നഷ്ടപ്പെടുന്നതല്ല, അതൊരു പ്രാണവായുവാണ്. അത് രക്ഷപ്പെടുവാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് വാഗ്ദത്തം എന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നേക്ക് 19 വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം നൽകിയ വാഗ്ദത്തമാണ് പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പ് എന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പ് ഇന്നലെയും ഉടനെടുത്തതല്ല. എത്രയോ മഴയത്ത്, എത്രയോ വെയിലത്ത്, വിശപ്പടക്കി, ദാഹിച്ച്, ഭക്ഷണമില്ലാതെ തെരുവിലൂടെ അലഞ്ഞു നടന്നപ്പോൾ സ്വർഗം കൈമാറിയ വിഷയം പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പ് എന്നത്. മാത്രം 19 വർഷത്തെ പ്രാർത്ഥനയും കണ്ണുനീരും യാചനയുമാണ് ഈ മിനിസ്ട്രി എന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Amen. ഇത് നടത്തുവാൻ, ഇത് വീഴ്ത്തുവാൻ Amen. ഒരു ദുഷ്ടനും സാധിക്കുകയില്ല. Hallelujah. സ്തോത്രം. ദൈവത്തിലെ ഞാൻ പറയുന്ന സാരം, നിങ്ങൾ കരയുന്നവരാണ് എങ്കിൽ Praise the Lord. ഹല്ലേലൂയ, Hallelujah. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ ഇന്ന് രാത്രി ഉണരുവാൻ പോകുകയാ. നിങ്ങൾ ഉത്സാഹം പ്രാപിക്കുവാൻ പോകുകയാ. ആമോസ് ഒരു പ്രാണവായുവിനെ പോലെ ദൈവത്തിന്റെ വചനം കൈമാറി. സ്തോത്രം. Hallelujah. എന്താണ് ആമോസ് പ്രവാചകനിലൂടെ കേട്ട വാക്യം? ആമോസ് പ്രവാചക പുസ്തകം 5:4 ഒന്ന് വായിച്ചാട്ടെ. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇസ്രായേൽ കന്യകയോട് പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്. എന്നെ അന്വേഷിപ്പീൻ. ദൈവം പറഞ്ഞു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്. എന്നെ അന്വേഷിപ്പീൻ. അപ്പൊ ദൈവത്തെ അന്വേഷിച്ചാൽ എന്ത് ചെയ്യും? ജീവിച്ചിരിക്കും. അന്വേഷിച്ചില്ലെങ്കിലോ? മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തലമുറ ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയാണോ? പിതാക്കന്മാർ ദൈവത്തെ അന്വേഷിച്ചു. ഈ തലമുറ ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഓ ജീവന്റെ ദാതാവായ ദൈവം പറയുകയാ, എന്നെ അന്വേഷിക്കുന്നവൻ അവൻ ജീവിച്ചിരിക്കുമെന്ന്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗ്ഗം നോക്കിക്കൊണ്ടിരിക്കുക. 1000 പേര് അന്വേഷിച്ചെടുത്ത് 900 പേരും പോയി. 100 പേരായി. 100 പേരിൽ 90 പേരും പോയി. 10 പേരായി. ഇതാ സ്വർഗം പറയുന്നു, നിന്റെ വീഴ്ചയെ കുറിച്ച് നീ ഇതുവരും ബോധവാനായിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നത്, ഹല്ലേലൂയ, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പിൻ. ഈ 2024 22-ാം തീയതി ഈ ഞായറാഴ്ച ദിവസം ഈ രാത്രിയിൽ 8:35 ഈ സമയത്ത് നിങ്ങളോട് എനിക്കൊന്ന് പറയുവാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഇന്ന് ലോകത്തോടും ദൈവജനത്തോടും ദൈവത്തിന് പറയാനുള്ള ഒരേ ഒരു വാക്ക്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. 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 ലോക മനുഷ്യരും
അവൻ ദൈവസമയം ദൈവത്തെ അന്വേഷിച്ച് ജീവൻ പ്രാപിക്കേണ്ട സമയം ആഗതമായി എന്ന് ഈ സമയം ഒരു ജീവൻ പ്രാപിക്കുന്ന സമയമോ. ഹല്ലേലൂയ. അതിന്റെ അവസാന വേളയിൽ ദൈവസഭ ഉണരുവാൻ പോകുകയാ. ഒരു ഉണർവിന്റെ കാറ്റ് അയക്കുവാൻ പോകുകയാ. ദൈവം മുൻകൂട്ടി ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണം ഏൽപ്പിക്കുമ്പോൾ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, അവൻ നിങ്ങൾ എന്നെ അന്വേഷിക്കണം, നിങ്ങൾ എന്നെ തിരക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുവാൻ ആ മനസ്സിലാത്തത് കൊണ്ടല്ലേ ഞാനും നിങ്ങൾ വീട് പോയത്. എത്രയോ പേർ സഭാ ആരാധനകളെ മുടക്കുന്നുണ്ട്. ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട്, ആലയത്തിൽ പറഞ്ഞു വിട്ടിട്ട് ഭർത്താവ് വീട്ടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വിശുദ്ധ സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആലയത്തിൽ പോകാതിരിക്കുക എത്രയോ പേരുണ്ട്. ദൈവം ഇന്ന് ഈ 2024 അവസാന വേളയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തില് 2025 ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കേണ്ട ചില സാഹചര്യങ്ങളിലൂടെ ഇതിനെ കടത്തിവിടുമെന്ന്. അതിന് മുന്നമേ നീ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങിയാൽ ആപത്തുകളും കഷ്ടതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിനക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുവാൻ അവസരം ലഭിച്ചിട്ടും, ദൈവത്തെ ആരാധിക്കുവാൻ അവസരം ലഭിച്ചിട്ടും അവസരം നിഷേധിച്ചുകൊണ്ട് സാമർത്ഥ്യത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, പ്രൗഢിയുടെ പേരിൽ, പേരിന്റെ പേരിൽ എനിക്കെല്ലാം ഉണ്ട്, എനിക്കൊന്നും സംഭവിക്കയില്ല എന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. ദൈവം പറഞ്ഞു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് മരിക്കേണ്ടവരാരും ദൈവത്തെ ജീവിച്ചിരിക്കണമെന്ന് ദൈവത്തെ വേണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം കൽപ്പന കൊടുക്കുക പറഞ്ഞു, നിങ്ങൾ അന്യദേശത്ത് അവിടെ സ്തോത്രം അന്യദൈവങ്ങളെ സ്തോത്രം സേവിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് മുൻകൂട്ടി ദൈവം കണ്ടിട്ട് അവരോട് പ്രബോധിപ്പിച്ചു. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? അന്യദേശത്ത് നിങ്ങൾ എന്നെ അന്വേഷിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഒരു വ്യവസ്ഥ ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വ്യവസ്ഥകളെ തെറ്റിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് അധികാരമില്ല. സ്തോത്രം. ദൈവത്തിലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വാക്ക്, ദൈവം പറഞ്ഞു നിങ്ങൾ എന്റെ വാക്ക് കേൾപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം സ്തോത്രം ഹല്ലേലൂയ അവർ നിങ്ങളോടുകൂടെ ഇരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുകൂടെ ഞാനും നിങ്ങൾ ഇരിക്കുന്ന കാലഘട്ടം വരെ ദൈവം നമ്മോടുകൂടെ. ഹല്ലേലൂയ. ദൈവത്തെ ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നമ്മളെയും. സ്തോത്രം. ആരെങ്കിലും ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപേക്ഷിച്ച്, ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മളെ തിരക്കും. നമ്മൾ ദൈവത്തോടുകൂടെ വസിച്ചാൽ ദൈവം നമ്മോടുകൂടെ വസിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ്. സ്തോത്രം. അപമാനിതരായി നിന്നതിനായി തീരേണ്ടിടത്ത് സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും അന്വേഷിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ. ഞാനും നിങ്ങളും അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അന്വേഷിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തും. മുട്ടുവിൻ, അന്വേഷിപ്പിൻ. സ്തോത്രം. അപ്പൊ ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്ക് കണ്ട് എത്താൻ കഴിയും. സ്തോത്രം. ഇത് രാത്രിയിൽ ഒരു എഴുന്നേൽക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. എത്ര പേർക്ക് എഴുന്നേൽക്കുവാൻ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഏത് അവസ്ഥയിലും എഴുന്നേൽക്കുവാൻ കഴിയാതെ വീട് പോയാലും പരാജയപ്പെട്ടു പോയാലും നാം അന്വേഷിച്ചാൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന്. ഓ, ഈ ദൈവത്തെ എത്ര പേർക്ക് വേണം? നീ ഏറ്റവും സന്തോഷിച്ചേയും ആഗ്രഹിച്ചേയും ബഹുമാനിച്ച ഭർത്താവ് നിന്നെ വിട്ട് ഉപേക്ഷിക്കാം, ഭാര്യ നിന്നെ ഉപേക്ഷിക്കാം, മക്കൾ നിന്നെ ഉപേക്ഷിക്കാം, എല്ലാവരും നിങ്ങളെ ഉപേക്ഷിക്കാം. പക്ഷെ ദൈവം പറയും എന്നെ അന്വേഷിക്കുന്നവരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ കന്യകെ വീണ് കിടക്കുന്നവളോട് ഹല്ലേലൂയ
പഴയ വാഗ്ദത്തം ഓർപ്പിക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ എങ്ങനെ അന്വേഷിക്കണം? സ്തോത്രം. തങ്ങളെ തന്നെ താഴ്ത്തി തന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഒരു മനസ്സുണ്ടോ? ഇന്ന് രാത്രി ദൈവം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, തെറ്റിപ്പോകുവാനുള്ള സാധ്യതയെക്കുറിച്ച് ദൈവം ഓർമ്മപ്പെടുത്തുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയൊരു വിപത്തിലേക്ക്, വലിയൊരു ആപത്തിലേക്ക് ഞാനും നിങ്ങളും, ഹല്ലേലൂയ, അകപ്പെട്ടു പോകുമെന്ന്. സ്തോത്രം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് മടങ്ങി വരാം. ആമേൻ. സ്തോത്രം. ആമോസ് പ്രവാചന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം വായിച്ചാട്ടെ. ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയുമില്ല, എഴുന്നേൽക്കുകയുമില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർത്തുവാൻ ആരുമില്ല. ദൈവത്തിലെ വീടുപോയി, ഒരു വീഴ്ച സംഭവിച്ചു പോയി. ശരിയല്ലേ? ശരിയല്ലേ? 2024 ഏതോ കല്ലിൽ തട്ടി വീണു, എവിടെയൊക്കെയോ ഏതോ കുഴിക്കകത്ത് വീണുപോയി. വല്ലവിധനെയും അവിടെ നിന്ന് നിലവിളിച്ചു, ആരും ആ ശബ്ദം തിരിച്ചറിഞ്ഞില്ല. കാരാഗ്രഹത്തിനകത്ത് യോസഫ് വീണു. യോസഫ് വീണതെല്ലാം തള്ളിയിട്ടതാണ്. സ്തോത്രം. ആരാ തള്ളിയിട്ടത്? സ്വന്തം സഹോദരങ്ങൾ. സ്വന്തം സഹോദരങ്ങൾ തള്ളിയിട്ട ഇടത്ത് ഒരു സ്വപ്നക്കാരെന്ന് പറഞ്ഞ്, ഞങ്ങളെക്കാളും വലിയവനാകുമോ? ഞങ്ങൾക്കില്ലാത്തത് നിനക്കുണ്ട്. ഒരു വലിയൊരു സ്വപ്നം. ആ സ്വപ്നം യോസഫിനുള്ളത് കൊണ്ട് യോസഫിനെ പൊട്ടക്കിന്റെ അകത്തേക്ക് തള്ളിയിട്ടു. എല്ലാവരും പറഞ്ഞു, ഇനി യോസഫ് എഴുന്നേൽക്കയില്ല, അവൻ നിലത്തോട് പറ്റിക്കിടക്കുന്നു. പൊട്ടക്കിണറ്റിലാണ് അവൻ, നിലത്തോട് പറ്റിക്കിടക്കുന്നു. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ നിവർത്തുവാൻ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞെടുത്ത് ആര് തള്ളിയിട്ടു അവർ തന്നെ കരം കൊടുക്കുവാൻ യാത്രന്നു. നിന്നെ വിട്ട് അകന്നുപോയ ബന്ധങ്ങൾ, നിന്നോട് ടാറ്റ പറഞ്ഞു പോയവർ, നിന്നെ തള്ളിയിട്ടവർ തന്നെ നിന്റെ അടുക്കൽ വന്ന് യാചിച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പൊട്ടക്കിന്റെ അകത്ത് വെച്ച യോസഫിനെ ദൈവം കൈമാറി. സ്തോത്രം. ശ്രദ്ധിക്കണേ. പൊട്ടക്കിന്റെ അകത്ത് കിടക്കുന്ന യോസഫ് പ്രതീക്ഷ വാങ്ങി, സഹായിപ്പാൻ ആരുമില്ല, കൈത്താങ്ങുവാൻ ആരുമില്ല. സ്തോത്രം. ഞാൻ വീണ് കിടക്കുന്നു, ഇനി എനിക്ക് ഹല്ലേലൂയ, അവൻ സ്തോത്രം, ഇനി എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല, നിലത്തോട്ട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർത്തുവാൻ ആരുമില്ല. ഈ സാഹചര്യം യോസഫിനുണ്ടായപ്പോൾ അവൻ കരയുവാൻ തുടങ്ങി. അപ്പോഴാണ് കാണുന്നത്, സ്തോത്രം, ഒരു കരം, ഒരു ശബ്ദം. ആ ശബ്ദം അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരുവന്റെ ശബ്ദം. ആരാ? രൂപന്റെ ശബ്ദം. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കൈ, രൂപന്റെ കരം അവനെ താങ്ങിയെടുത്തു. പൊട്ടക്കിൽ നിന്ന് അവനെ പൊക്കി മുകളിൽ കൊണ്ടുവന്നു. യോസഫിന് മനസ്സിലായി, ഹല്ലേലൂയ, ആരെന്നെ തള്ളിയിട്ടുവോ, ആരെന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു, അവർ തന്നെ ഹല്ലേലൂയ എന്നെ രക്ഷിച്ചുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞ നന്മയിലേക്ക്, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്കാണ് ഈ വീഴ്ച. ഇന്ന് രാത്രി നിങ്ങളുടെ ഓരോ വീഴ്ചകളും നാശത്തിന് വേണ്ടിയല്ല, അത് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയുക, ഹല്ലേലൂയ, ഒരു കുഴിക്കകത്ത്, ഒരു പൊട്ടക്കിനകത്ത് ഒതുക്കുവാൻ പറ്റാത്ത നിങ്ങളെ ഈ 2024 22-ാം തീയതി സ്തോത്രം, ഈ ഞായറാഴ്ച പറയാ, ഒരു പൊട്ടക്കത്തിനെ ഒതുക്കുവാൻ കഴിയയില്ല എന്ന്. നീ അസ്ഥിയായിരിക്കാം. താഴ്വരയിൽ നോക്കുമ്പോൾ അസ്ഥികൾ നിറഞ്ഞു കിടക്കുകയാണ്, അസ്ഥികളുടെ കൂമ്പാരമാണ്. ഹല്ലേലൂയ. തന്നെ തന്നെ താഴ്ത്തുവാൻ മനസ്സുണ്ട് എങ്കിൽ ഉയർത്തുവാൻ ദൈവശക്തനാ. ഈ അസ്ഥി കൂട്ടങ്ങൾ ജീവിക്കുമോ? ഈ അസ്ഥി കൂട്ടങ്ങൾ ജീവിക്കുമോ? പ്രവാചകൻ പറയുന്ന, ദൈവമേ അങ്ങയ്ക്കതറിയാം.
ദൈവത്തിന്റെ വചനം നിമിത്തമായി തൊക്കും ഞരമ്പും വന്ന് അസ്ഥികൾ ഒന്നോടൊന്ന് ചേർന്നു മാറിക്കിടന്നത്, അകന്ന് കിടന്നത്, ഒരിക്കലും ഒന്നിക്കാത്തത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അവനവന്റെ അസ്ഥികൾ സ്തോത്രം ഒന്നിച്ചു, അതൊരു വലിയ സൈന്യമായി മാറി. സ്തോത്രം. താഴ്വരയിലാണ് നിങ്ങൾ വീണ് കിടക്കുന്നുവെങ്കിൽ, താഴ്ചയിലാണ് വീണ് കിടക്കുന്നുവെങ്കിൽ, അസ്ഥിയായാലും അതിന് ജീവൻ പ്രാപിച്ചു വരും. ഇന്ന് രാത്രി ഒരു ജീവന്റെ ദാതാവോ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ. ഉടവരവ് താഴ്വരയിലേക്ക് ആരും വരാത്തിടത്ത് അവർ പറയും ഇതൊരു ശവപ്പറമ്പാണ്, ഇതൊരു ശപിക്കപ്പെട്ട ഇടമാണ്, ദുർഗന്ധമുള്ള ഇടമാണ്, നാറ്റമുള്ള ഇടമാണ്, ശവങ്ങൾ വീഴുന്ന സ്ഥലമാണ്. അവിടെ ആരും പോകാത്തിടത്ത്, ഒരു മനുഷ്യരും ഇറങ്ങി വരാത്തിടത്ത് സർവശക്തനായ ദൈവം ഇറങ്ങി വരികയോ. സ്തോത്രം. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ കരം താങ്ങുന്ന കരമാണ്. ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. ഈ ദൈവത്തെ എത്ര പേർക്ക് ആവശ്യമുണ്ട്? ഇന്ന് രാത്രി സർവശക്തൻ പറയാ, ഇസ്രായേൽ കന്യക വീട് കിടക്കുകയാ. ഓ, വീട് കിടക്കുന്ന ഇസ്രായേൽ കന്യകയെ ഹല്ലേലൂയ, ഇനി എഴുന്നേൽക്കയില്ല. ഓ, അവൻ പരാജയപ്പെട്ടു പോയി, അവൻ വീണുപോയി, ഇനി അവൻ എഴുന്നേൽക്കയില്ല. അവൾ അത്രയും ചാട്ടക്കാരിയായിരുന്നു. ഓ, സൗന്ദര്യത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, പുഷ്ടിയുടെ പേരിൽ, ആരോഗ്യത്തിന്റെ പേരിൽ അവൾ അവിടെ ചാട്ടം നിലച്ചു. ഹല്ലേലൂയ. അവൾ വീണ് കിടക്കുകയാണ്, ഇനി അവൾ എഴുന്നേൽക്കയില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു. അവളെ നിവർത്തുവാൻ ആരുമില്ല. അവേ സ്തോത്ര. സഹായിക്കേണ്ട കരങ്ങൾ തന്നെ മാറി നിൽക്കുക. ഇന്ന് രാത്രിയിൽ സഹായിക്കേണ്ട കരങ്ങൾ എന്നെ നിങ്ങളെ വിട്ട് അകന്നു പോയി എങ്കിൽ ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട. മാനുഷിക കരങ്ങൾ നിന്നെ തള്ളുമ്പോൾ ദൈവത്തിന്റെ കരം നിന്നെ പിടിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൻ തൊട്ടവരും അപ്പനെ തൊട്ടവരും ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ രോഗത്തിന്റെ പേര് ഹല്ലേലൂയ അവൻ നിന്നെ ചിരിച്ച് പറയുകയാ, ഇവർക്ക് ഹല്ലേലൂയ രോഗസൗഖ്യമില്ല, എന്റെ സമ്പത്തുകളെല്ലാം മുടിഞ്ഞുപോയി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടെങ്കിലും ഇന്ന് രാത്രി ഹൃദയങ്ങളെ വിട്ടുകൂട്. ദൈവത്തോട് പ്രാർത്ഥന, കർത്താവ് നിനക്ക് സൗഖ്യം തരാൻ പോകും. സാമ്പത്തിക വിഷയമാണോ? നീ തകർക്കപ്പെട്ട മണ്ഡലങ്ങൾ സാമ്പത്തിക വിഷയത്തിലാണോ? സ്തോത്രം. പഠിത്ത കാര്യങ്ങളാണോ? ഏത് വിഷയമാകട്ടെ, ദൈവത്തെ അന്വേഷിക്കുവാൻ നീ തയ്യാറാണ് എങ്കിൽ, ഓ കർത്താവ് പറയുന്ന വാഗ്ദത്തം, ഹല്ലേലൂയ, നിങ്ങൾ ജീവിച്ചിരിക്കണത് എന്നെ അന്വേഷിപ്പീൻ. ഇന്ന് രാത്രി നിങ്ങൾ ജീവിച്ചിരിക്കണത് എന്നെ അന്വേഷിപ്പീൻ. ഈ 2024 22-ാമത്തെ തീയതിയിൽ ഈ ഞായറാഴ്ച ദൈവം നിങ്ങളോട് കൈമാറുന്ന ദൂത്, നിങ്ങൾ ജീവിച്ചിരിക്കണത് ദൈവത്തെ അന്വേഷിപ്പീൻ. നിങ്ങൾ ജീവിച്ചിരിക്കണത് എന്നെ അന്വേഷിപ്പീൻ. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ആകാശം അടർന്നുകൊണ്ട് ഹല്ലേലൂയ അത് പ്രവാചക മുഖാന്തരമായി അവർക്കൊരു പ്രാണവായുവിനെ പോലെ വിളിച്ചു പറയുകയാ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതിസന്ധിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ജനത്തിന് ഒരു കച്ചിത്തുരുമായി സ്വർഗം വിളിച്ചു പറയുക, നിങ്ങൾ ജീവിച്ചിരിക്കണത് എന്നെ അന്വേഷിപ്പി. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സുണ്ടോ? ദൈവത്തെ തിരയുവാൻ മനസ്സുണ്ടോ? നിങ്ങൾ എത്രയോ പേരെ തിരഞ്ഞു പോയി, എത്രയോ പേരെ തിരക്കിപ്പോയി. ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ, ചില ആപത്തുകൾ വന്നപ്പോൾ എത്രയോ പേരെ തിരക്കി പോയി. സ്തോത്രം. കടബാധ്യത വന്നപ്പോൾ ഫോണിലുള്ള സകല സുഹൃത്തുക്കളെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ അവരെയൊക്കെയും വീടുകൾ അഡ്രസ് തേടി തിരക്കി പോയിരിക്കാം. ഒരുപക്ഷെ ഫോൺ എടുത്ത് വിളിച്ചിരിക്കാം സഹായത്തിന് വേണ്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരും കൈയേറ്റില്ല, എല്ലാവരും കൈകൾ മലർത്തി. അത്രയും സമയം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, മുട്ടുമേൽ നിന്ന് ആശയറ്റയിടത്ത്, പ്രതീക്ഷ അറ്റപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ മുൻമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ഭക്തന്മാർക്ക് കഴിഞ്ഞു. ഈ തലമുറയിൽ അങ്ങനെ പറ്റുന്നില്ല. സ്തോത്രം. സ്തോത്രം. ആരാധിച്ച സമയത്ത് സ്റ്റെവി പറഞ്ഞൊരു വാക്കാണ്, ആമേൻ, വിധവയുടെ ഭവനത്തിനകത്ത് ഏലിയാവ് ചെന്നപ്പോൾ ഏലിയാവിന് അവിടെ ജീവിതത്തിലെ ഏറ്റവും മേൽത്തരമായത് അവൾ കൊടുത്തു.
സ്തോത്രം. പഴകിയതല്ല, കീറിയതല്ല, അഴുകിയതല്ല, നാറ്റം വെച്ചതല്ല, ഫ്രഷായത് അവൾ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവളുടെ ജീവിതത്തിൽ പിന്നെ അവളെ പട്ടിണി കിടന്നിട്ടില്ല. പട്ടിണി എന്ന മഹാവിപത്തിനെ സ്വർഗം മാറ്റി. പട്ടിണി കിടന്ന് നശിച്ചു പോകുമെന്ന് വീട് കിടക്കുന്നവളെ, വിധവയെ, പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യവതിയായിരിക്കുന്നവളെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. പക്ഷേ സ്വർഗം പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ഓ, ഒരു ഭക്തനെ കരുതിയപ്പോൾ, ഒരു പ്രാർത്ഥിക്കുന്നവനെ കരുതിയപ്പോൾ അവളുടെ ഭവനത്തെ ദൈവം കരുതിയെന്ന്. ഇന്ന് രാത്രി ദൈവത്തിനെ കരുതുവാൻ പോകുകയാണ്. 2024 ദൈവത്തിനെ കരുതുവാൻ പോകുകയാണ്. ഓ, ദൈവത്തിനെ കരുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിനെ കരുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ ദൈവം കരുതി വെച്ചിരിക്കുക. അല്ലയോ മാതാവ്, നിന്റെ ദൈവം കരുതി വെച്ചിരിക്കുക. അല്ലയോ സഹോദര സഹോദരി, ദൈവം നിങ്ങളെ കരുതി വെച്ചിരിക്കുക. സ്തോത്രം. ആമേൻ. എന്തെന്നറിയാമോ? നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കും. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം പറയുന്നു. മനുഷ്യൻ വാക്ക് മാറും, പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുവാൻ തയ്യാറാണ് എങ്കിൽ. ഇസ്രായേൽ ഗൃഹമേ, ഇസ്രായേൽ ഗൃഹമേ, ഇസ്രായേൽ കന്യകേ, നീ എഴുന്നേൽക്കയില്ല, നീ വീണുപോയി. അവൾ നിലത്തോട് വറ്റിക്കിടക്കുന്നു, അവളെ നിവർത്തുവാൻ ഇനി ആരുമില്ല എന്ന് ഒരു സമൂഹം വിധി പറഞ്ഞിടത്ത് ദൈവം പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കണത് എന്നെ അന്വേഷിപ്പേൻ. ആ ഇസ്രായേൽ കന്യക പറഞ്ഞു, ഞാൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറാ. ഓ, ആപത്ത് പറ്റിയവൾ, വീഴ്ച പറ്റിയവൾ അവിടെ കിടന്ന് നഷ്ടപ്പെട്ടു പോ, ചിലയെടുത്തു പോകുവാനല്ല. ആശ നഷ്ടപ്പെട്ടവൾ അവിടെ കിടന്ന് ഉരുളുവാനല്ല. അവൾ വീഴ്ച മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടു. മാനസാന്തരത്തിന്റെ യോഗ്യമായ ഫലം കായ്ക്കുവാനുള്ള യാത്ര. അവരുടെ ഫലത്തെ കണ്ട് സകലരും തിരിച്ചറിഞ്ഞു. ഈ 2024 അവസാനിക്കുന്ന വേളയിൽ നമ്മെ കണ്ട് ദൈവത്തെ കാണുവാൻ ഇടയാകട്ടെ. ഫലത്തെ കണ്ട് തിരിച്ചറിയുവാൻ ഇടയാകട്ടെ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തെ അന്വേഷിപ്പീൻ. ഓ, ആരൊക്കെയോ വിലാപം ചൊല്ലിയത് ചില ചൊല്ലുകൾ തിരുത്തി പറയുവാൻ പോകുകയാണ്. ഓ, മറവീട്ടിൽ ഹല്ലേലൂയ ഒരു കന്യക മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ, ആ കുടുംബത്തിലെ ഹല്ലേലൂയ മകൻ, ഭാര്യ, ഭർത്ത ആരുമാകട്ടെ, മരിച്ചു എന്ന സന്ദേശം കേട്ടപ്പോൾ, മരണ വാർത്ത കേട്ടപ്പോൾ അയൽവക്കക്കാരും ബന്ധുക്കളും ചാർച്ചക്കാരും രാഷ്ട്രീയ നേതാക്കൾക്ക് വരും, ഹല്ലേലൂയ ദേശത്തിലെ പ്രമാണികളും പ്രമുഖന്മാരും എല്ലാവരും ഓടിക്കൂടി അനുശോചനം രേഖപ്പെടുത്താൻ. സ്തോത്രം. വിലാപത്തിന്റെ ചൊല്ലുകൾ ചൊല്ലുവാൻ, അനുശോചനം രേഖപ്പെടുത്തുവാൻ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, യായിറോസിന്റെ ഭവനത്തിലേക്ക് യായിറോസും യേശുമായി കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ബാല മരിച്ചു കിടക്കുന്നു. മരണവീട്ടിൽ യേശു എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. മരിക്കുന്നല്ലേ വരേണ്ടത്? മണ്ണിട്ട് മൂടാൻ പോകുന്ന വിഷയം, മരിച്ചു കിടക്കുന്ന വിഷയം, ഇനി എഴുന്നേൽക്കയില്ല, വീണ് കിടക്കുന്നു. അവിടെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ല, കൈത്താങ്ങുവാൻ ആരുമില്ല. യായിറോസിന് അറിയാം, എന്റെ കൂടെ വന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യായിറോസ് ദൈവത്തെ ക്ഷണിച്ച്, യേശുവിനെ ക്ഷണിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും സ്തോത്രം, അവനൊരു പ്രതീക്ഷയുണ്ട്. യേശു എന്റെ വീട്ടിൽ കാൽ ചവിട്ടിയാൽ എന്റെ സ്ഥിതികൾക്ക് ഒരു മാറ്റം സംഭവിക്കും, എന്റെ കുഞ്ഞ് മരിച്ചാൽ അവൻ ജീവിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ ദാതാവായ ദൈവം പറയുകയാ, അവൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നെ അന്വേഷിപ്പേ. മകൾക്ക് രോഗമുണ്ടായപ്പോൾ അവൾ മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ, നാട്ടുപ്രമാണികളും ദേശക്കാരും ഒരുപോലെ വിധി പറയുമ്പോൾ, യായിറോസിന്റെ പ്രതീക്ഷ, ഞാൻ യേശുവിനെ ക്ഷണിക്കാൻ പോകുകയാണ്.
അവനൊരു മതപ്രമാണിയാണ്, അവൻ പള്ളി പ്രമാണിയാണ്, അവനൊരു തികഞ്ഞ ഭക്തനാണ്. പക്ഷെ അവന്റെ എല്ലാ പൊസിഷനുകളും മാറ്റി അവൻ യേശുവിനെ തിരക്കിപ്പോയി. യേശുവിനെ തിരക്കിപ്പോയി നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ അടുക്ക ഇരുന്നുകൊണ്ട് അവർ കാര്യങ്ങൾ പറയുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ വരാം. അവർ ഒരുമിച്ച് യാത്ര തിരിക്കുമ്പോൾ സ്തോത്രം, വീട്ടിൽ നിന്ന് ഒരുവൻ വന്ന് പറയുന്നു, ഗുരുവിനെ നീ അസഖ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. വീട്ടുകാരുടെ ശബ്ദം, ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട. എന്ത് പ്രശ്നത്തിനാണോ നീ ദൈവത്തെ അന്വേഷിച്ചു പോയത്, ആ പ്രശ്നം മരിച്ചുപോയി, ആ വിഷയം മരിച്ചുപോയി. ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട. അല്ലെങ്കിൽ യായിറോസ് ആ വീട്ടിലുള്ളവന്റെ വാക്കിനെ അവൻ വില കൽപ്പിച്ചില്ല. അവൻ അറിയാം, സ്തോത്രം, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പില്ലെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ അന്വേഷിച്ചു വന്നു. ആ ദൈവം എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അറിവ് അവൻ യേശുവോട് കൂടെ ചേർന്ന് നടന്നു. വിലാപഭവനത്തിലേക്ക്, അവൻ മരിച്ചു കിടക്കുന്ന ബാലനടുത്തിലേക്ക്, ആ വീട്ടിലേക്ക്, വീട്ടിന്റെ കാരണവർ, ആ വീട്ടിന്റെ കുടുംബനാഥൻ ഹല്ലേലൂയ യേശുവായിട്ട് ഒരുമിച്ച് കടന്നു വരുമ്പോൾ എല്ലാവരും പരിഹസിച്ചു. യേശുവിനെ കണ്ടപ്പോൾ എല്ലാവരും പരിഹസിച്ചു. പരിഹാസികളൊക്കെ യേശു പുറത്താക്കി കളഞ്ഞു. നിന്റെ പരിഹസിക്കുന്ന ദുഷ്ട പരീക്ഷകളെ നിനക്ക് പുറത്താക്കിക്കണം. നിന്റെ കുഞ്ഞ് മരിക്കണമെന്നാണ് പരിഹാസികളുടെ വിഷയം. യായിറോസ് യേശുവുമായിട്ട് അകത്ത് കയറിയിട്ട് പരിഹാസികളൊക്കെ പുറത്തു നിർത്തി. പരിഹാസികൾക്ക് വീട്ടിനകത്ത് സ്തോത്രം, പരിഹാസികൾക്ക് വീട്ടിനകത്ത് നിന്റെ നാശം കാണാൻ നിൽക്കുന്ന പരിഹാസികൾക്ക് സ്ഥാനം കൊടുക്കരുത്, നീ പുറത്താക്കണം. എത്ര വെളുത്തവനായാലും, എത്ര വണ്ണമുള്ളവനായാലും, എത്ര പൊക്കമുള്ളവനായാലും, എത്ര വലിയ പുള്ളികളായാലും നീ എന്ത് ചെയ്യണം? പരിഹാസികളെ പുറത്താക്കി. യായിറോസും യേശുവുമായി ബാല മരിച്ചു കിടക്കുന്ന റൂമിനകത്തേക്ക് ഒന്ന് കയറി. ഓ ഹല്ലേലൂയ, ഓ മരിച്ചു കിടക്കുന്ന വിഷയത്തിലേക്ക് ഹല്ലേലൂയ യായിറോസ് യേശുവിനെ കരം പിടിച്ച് വീട്ടിനകത്തെ കയറി ചെല്ലുകയാ. പരിഹാസികളെ മാറ്റി നിർത്തിയിട്ട് അകത്ത് കയറിയിട്ട് ആ വിളിക്കകത്ത് മരിച്ചു കിടന്ന ബാല ചാടി എഴുന്നേറ്റ് വന്നു എന്ന്. ഇന്ന് പകൽ ഈ രാത്രിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കണത് എന്നെ അന്വേഷിപ്പ്. ആ ഭവനം ദൈവത്തെ അന്വേഷിച്ചു. ഇന്ന് രാത്രി മതഭ്രാന്തരായിരിക്കുന്ന, മതഭക്തരായിരിക്കുന്ന, പള്ളി പ്രമാണിയായിരിക്കുന്ന, ആഡംബരത്തോട് ജീവിക്കുന്ന യായിറോസിന് മനസ്സിലായി, എന്റെ ഈ ആഡംബരങ്ങൾക്കൊന്നും, എന്റെ പണത്തിനോ പദവിക്കോ പ്രശസ്തിക്കോ ഒന്നിനും എന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഓ, എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കണം. ഇന്ന് ദൈവമേ, നീ ജീവിച്ചിരിക്കണമോ? നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കണവര്, നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കണവര്, നിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോകാതിരിക്കണവര്, നിന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണവര് നീ ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറാണോ? നീ ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഹല്ലേലൂയ, ഇസ്രായേൽ കന്യകേ, നീ വീണ് കിടക്കുന്നു, നീ ഇനി എഴുന്നേൽക്കയില്ല. അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു, അവളെ നിവർത്തുവാൻ ആരുമില്ല. ഓ, പ്രവാചകൻ പോലും വിലാപം ചൊല്ല ആ അനുശോചനം പറയുകയാ. അയ്യോ, അവൾക്ക് നാശം സംഭവിച്ചല്ലോ എന്ന് പറയേണ്ടിടത്ത്, അയ്യോ അവർ മരിച്ചുപോയി എന്ന് പറയുന്നിടത്ത്, എന്റെ ജീവന്റെ ഉടയവനായ ദൈവം യായിറോസിനെയും കൂട്ടി വീട്ടിനകത്ത് വന്ന് ആ ബാലയോട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ ശബ്ദം
ദൈവത്തിന്റെ ശബ്ദം കാദേശ് മരുഭൂമി നടുക്കിയ ശബ്ദം, മാൻപാടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ആ കുഞ്ഞ് ഹാളിൽ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. ചേതറയറ്റ് കിടന്ന, ജീവൻ നഷ്ടപ്പെട്ട മരിച്ച കിടന്ന അവ യായിറോസിന്റെ മകൾ ജീവന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. അവൾ ചാടി എഴുന്നേറ്റു. ഈ രാത്രി ഹല്ലേലൂയ 2024 അവസാനിക്കുന്ന വേളയിൽ അവ മരിച്ചു കിടക്കുന്ന വിഷയത്തെ, നിർജ്ജീവമായി കിടക്കുന്ന വിഷയത്തെ, നിന്റെ കുടുംബ വിഷയത്തെ, ഭൗതിക വിഷയങ്ങളെ, ആത്മീയ വിഷയങ്ങൾ, എവിടെയാണോ തകർന്നു കിടക്കുന്നത്, എവിടെയാണോ മരിച്ചു കിടക്കുന്നത്, ആ വിഷയം ഇന്ന് രാത്രി എഴുന്നേറ്റ് പറയാ. ഈ രാത്രി ഒരു എഴുന്നേൽപ്പിന്റെ രാത്രി. സകലരും പറയുന്നു ഈ 2024 ഹല്ലേലൂയ പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ്. 2025 പ്രതീക്ഷയെന്ന്. ഇന്ന് രാത്രിയിൽ പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് 2025 പ്രതീക്ഷ 2024 അവസാനിക്കാൻ പോകുന്ന ഈ 22-ാം തീയതി മരിച്ചു കിടക്കുന്ന വിഷയത്തെ എന്റെ ദൈവം നിന്റെ മുറ്റത്തുകൂടെ, നിന്റെ റൂമിനകത്തുകൂടെ എല്ലാവരും കാണുക ഓടി നടക്കുവാൻ പോകുക. യായിറോസിന്റെ മകൾ ഹല്ലേലൂയ എല്ലാ പരിഹാസിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അവൾ അവിടെ സംസാരിക്കുന്നു, അവൾ അവിടെ ഓടുന്നു. ഹല്ലേലൂയ അവൾക്ക് അടങ്ങി നിൽക്കുവാൻ കഴിയുന്നില്ല. ഓടാൻ പറ്റാതെ ചന്നേറ്റവൾ, കൈയടിക്കുവാൻ കഴിയാതെ കിടന്നവൾ, സംസാരിക്കുവാൻ കഴിയാതെ കിടന്നവൾ, ഹല്ലേലൂയ അവൾ സംസാരിക്കുവാൻ തുടങ്ങി. അവളുടെ സംസാരം ഒരു ആരാധനയായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ഒരു നിത്യ ആരാധനയ്ക്ക് വേണ്ടി നിത്യതയിലേക്ക് ഹല്ലേലൂയ സ്വർഗ്ഗങ്ങൾ വിളിക്കുക. ഓ, നീ ആരാധിക്കുവാൻ തയ്യാറാണോ? നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യഹോവ നല്ലവനല്ലോ, അവന്റെ ഉപകാരങ്ങൾ. ഓ, മനുഷ്യർ ഉപദ്രവം ചെയ്യുമ്പോൾ ഉപകാരം ചെയ്ത ദൈവത്തെ ആ കുടുംബം കണ്ടെത്തി. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ഇസ്രായേൽ കന്യകയെ കുറിച്ച് വിലാപത്തിന്റെ ചൊല്ലുകളെ, ആ ചൊല്ലുകളെ തിരുത്തി എഴുതിയിട്ട് ജീവന്റെ ചൊല്ലുകളെ, അനുഗ്രഹത്തിന്റെ ചൊല്ലുകളെ ആ വീട്ടകത്തേക്ക് കടത്തിവിട്ട ദൈവം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ വിലാപത്തിന്റെ ചൊല്ലുകളല്ല, നിന്റെ മുറ്റത്തിൽ ടാർപ്പ കെട്ടുവാനല്ല, നിന്റെ വീട്ടിൽ ശവത്തിന്റെ മടി അടിക്കുവാനല്ല, അനുസരണം രേഖപ്പെടുത്തുവാനല്ല, ആദരാജ്ഞൽ അർപ്പിക്കുവാനല്ല, ജീവന്റെ ഉടയവൻ ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്തെ സന്ദർശിക്കുവാൻ പോകുക, സന്ദർശിക്കുവാൻ പോകുക. ഹല്ലേലൂയ ദൈവിക സന്ദർശനത്തിന്റെ നാളുകൾ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം അന്വേഷിക്കും, ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കുമെന്ന്. ഉപേക്ഷിക്കുന്നവരെ കൂട്ടത്തിലാണോ അതോ ദൈവത്തെ അന്വേഷിക്കുന്ന കൂട്ടത്തിലാണോ? ദൈവത്തെ നാം അന്വേഷിച്ചാൽ ദൈവം നമ്മെ അന്വേഷിക്കും, ദൈവം നമ്മെ തിരക്കും. ഇന്ന് രാത്രി ദൈവം തിരക്കി. ആ കുഞ്ഞ് യായിറോസിന്റെ മകൾ കിടന്നിടത്ത് ദൈവം തിരക്കി വന്നു. ഹല്ലേലൂയ തന്നോടൊപ്പം ഇരിക്കുന്ന യായിറോസിന്റെ മകൾ, അവളുടെ വിഷയം യേശുവിന്റെ വിഷയമായി മാറി. ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും വിഷയങ്ങൾ ദൈവത്തിന്റെ വിഷയങ്ങളാകാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, കൈത്താങ്ങുവാൻ ആരുമില്ല. ആദരിക്കേണ്ടവർ, ബഹുമാനിക്കേണ്ടവർ, സഹായിക്കേണ്ടവർ എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. വീട്ടിലെ ശബ്ദം ഗുരുവിനെ നീ അസഖ്യപ്പെടുത്തരുത്. യായിറോസിന് മനസ്സിലായി. മീഖാപ്രവാചക പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ആ വാക്ക് ഹല്ലേലൂയ മനസ്സിലാക്കിയ യായിറോസ് യേശുവിനെ അന്വേഷിച്ച് പോയി. ആ അന്വേഷണം ഹല്ലേലൂയ യേശുവിനെ ക്ഷണിച്ചു. യേശു കൂടെ വന്ന് ആ ഭവനത്തിന്റെ വിലാപ ഭവനത്തെ നൃത്തമാക്കി തീർത്തുവെങ്കിൽ മരണ വീടിൽ ഹല്ലേലൂയ അനുശോചനം രേഖപ്പെടുത്ത മരണച്ചൊല്ലുകൾ ചൊല്ലിയവർ നോക്കുമ്പോൾ അവിടെ ചൊല്ലുകളെല്ലാം വിഫലമായി പോയി. അവർ പ്രകാരം പറഞ്ഞു, ഈ കുഞ്ഞിന് അവൾ എന്നേക്കും ജീവിക്കേണ്ടവളാണ്. വിലാപം ചൊല്ലിയ അവരെ ഓരോരുത്തർ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു.
അവളൊരു അത്ഭുത വിഷയമായി. അവൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാവരും അവളിലൂടെ യേശുവിനെ കണ്ടു എങ്കിൽ അവളുടെ ചിരിയും പാട്ടും കയ്യടിയും നടപ്പുമെല്ലാം അവർ പറഞ്ഞു, യായിറോസിന്റെ മകളാണിത്, മരിച്ചുപോയവളാ, പക്ഷെ എങ്കിലും അവൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു യേശുവിലൂടെ. ഈ രാത്രി യേശുവിലൂടെ ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഈ ഫേസ്ബുക്കിലിടയ്ക്ക് ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരുടെയും അവരെല്ലാവരും ജീവിച്ചിരിക്കേണ്ട സഹായിക്കണം. ഞങ്ങളുടെ സഭാവിശ്വാസിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്, ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് അപ്പനെ അന്വേഷിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ദൈവമേ, ഞങ്ങളെയും അന്വേഷിക്കണമേ.